അതല്ലേ ഞാൻ പറഞ്ഞത്, അതൊക്കെ വിദണ്ഡവാദങ്ങളാണ്. നമ്മുടെ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഏത് ഘട്ടത്തിലും ആ സർക്കാർ നടപ്പാക്കാതിരിക്കാം. ഇവിടെ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടന്നിട്ടില്ല. PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഇവിടെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ PMC പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇനി പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് ഇപ്പം UDF ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ നിർദ്ദേശങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? PMC പദ്ധതി നടപ്പാക്കാൻ തയ്യാറില്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാതിരുന്നാൽ പോരെ? ഞങ്ങൾ നിർദ്ദേശം തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഇപ്പൊ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൻ്റെത്. അതൊരു അനുഭവമല്ലേ രാജ്യത്തിന് മുന്നിലുള്ളത്? നടപ്പാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെ ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന നിലപാടെടുത്തതല്ലേ? അതാണ് കാണുന്നത്. അല്ല, അതുകൊണ്ടല്ലോ ഇപ്പൊ ഇവര് ചെയ്യുന്നത്. ഇവരീ പറഞ്ഞതിൽ നിന്നെല്ലാം വിരുദ്ധമായി എന്തുകൊണ്ട് പോകുന്നു? അതല്ലേ നോക്കേണ്ടത്. എന്തിനാണ് ഇത് നടപ്പാക്കണമെന്ന് അവർക്ക് ഇത്ര നിർബന്ധം? ഏതാണ്? അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പം PMC പദ്ധതി നടപ്പാക്കാൻ ഇത്ര ധൃതിപ്പെടുന്നത്? PMC പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ഇപ്പൊ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. എന്തിനാണ് അതിന് പോകുന്നത്? ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ പോരെ? PMC പദ്ധതി നടപ്പാകില്ലാലോ. ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ PMC പദ്ധതി നടപ്പാകില്ലാലോ. എന്തിനാണ് PMC പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്? നിങ്ങൾ അതിനെ ശക്തമായി എതിർത്തതല്ലേ? MOU ഒപ്പിട്ടത് കേരളമാണ്. അപ്പം MOU ഒപ്പിട്ട ശേഷം നമ്മളിപ്പോൾ പറയുന്നത് LDF ഇപ്പോഴത്തെ വാദം MOU റദ്ദാക്കി ധാരണാപത്രത്തെ പിന്മാറി, അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ആ MOU തന്നെ പറയുന്നത് ഇതിന് പിന്മാറാനുള്ള റൈറ്റ് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റിന് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പിന്മാറി എന്ന് പറയുന്നത് ടെക്നിക്കലി പിന്മാറി എന്ന് പറഞ്ഞാൽ പോലും അത് ആ പ്രൊസീജിയറോടെ കിടക്കുക. അതാണ് UDF പറയുന്നത്. എന്നാൽ 2025 മുതലൊന്നും നടന്നില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ കാണേണ്ടത്, നമ്മൾ അന്ന് ചെയ്തത് സതുദ്ദേശത്തോടെയാണ്. ആ സതുദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച കാര്യം അവിടെ കിടക്കുകയാണ്. ഞങ്ങളായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ ആ മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കും. അതിന്റെ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രശ്നം ഞങ്ങളെ ഭാഗത്തില്ല. നിങ്ങൾ എന്തിനാണ് പുതിയ നിർദ്ദേശത്തെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നത്? എന്തിനാണ് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുന്നത്? അപ്പൊ മാത്രമേ നടപ്പാക്കാനാവൂ. ലീഗിന്റെ മന്ത്രി മുഖേനയല്ലേ നടപ്പാക്കാൻ തന്നെ നോക്കുന്നത്? ലീഗിന്റെ മന്ത്രിയാണല്ലോ പൊതുവിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ PMC ഒക്കെ വരുന്നത്. ആ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുഖേനയാണല്ലോ നടപ്പാക്കാൻ നോക്കുന്നത്. ആ കാര്യങ്ങൾ അവർ പറയേണ്ടതാണ്. അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞവര് എങ്ങനെയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്താണ് അവരാലോചിക്കേണ്ടത്. ശരിയായ ചർച്ച നടത്തി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വന്ന പോരായ്മകൾ ഇത്തരമൊരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനിടയാക്കി. ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. കുറച്ച് വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന് വേറെ കഴിയൊന്നും കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? ആ കാര്യം മാത്രം നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. അത് ദേശം വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക്. അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരെ വിഷമാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള വിഷമം നിങ്ങൾക്കുള്ള വിഷമാണെങ്കിൽ നിങ്ങൾക്കും ബാധകം തന്നെ. LDF-ന് റൈറ്റ് ഉണ്ട്, നടപ്പാക്കിയിട്ടില്ലല്ലോ. LDF-ന് റൈറ്റ് ഉണ്ട്. LDF-ന് റൈറ്റ് എന്താ? LDF ഇത് മരവിപ്പിച്ചതാണ്. ആ മരവിപ്പിച്ചതിന് ശേഷം ഒരു കാര്യവും നടന്നിട്ടില്ല. ഞങ്ങളിപ്പോ ഇതെല്ലാം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ്. അതെന്ത് അടിസ്ഥാനത്തിലാണ് എന്താണ് ചോദിക്കേണ്ടത്? പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഘടകകക്ഷിയായ CPI-യെ പോലും ഇരുത്തി നിർത്തി മന്ത്രിസഭയോഗത്തിൽ CPI-യോട് പോലും പറയാതെ CPM മുന്നേ എടുത്ത്, പ്രത്യേകിച്ച് അങ്ങ് മുന്നേ എടുത്ത് ഒപ്പിട്ടുന്ന ആക്ഷേപമാണ് അന്നുപോലെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ഉണ്ടോ UDF-നെ കുറ്റപ്പെടുത്താൻ എന്നാണ് ചോദ്യം.
ഞാൻ പറഞ്ഞല്ലോ അതിന്. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രത്യേക വീക്ഷണം കൊണ്ടാണ്. മറ്റെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിന്? ഇപ്പോഴത്തെ സർക്കാരുടെ മഴ പെയ്തപ്പോൾ ഈ വൈദ്യുതി വോട്ടറുടെ അപ്പുറത്തെ രീതി ശരിക്കും ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. അല്ല, ലോഡ് ഷെഡിങ്ങിന്റെ കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാര്യങ്ങൾ ആലോചിക്കണം. ഇത് ഇന്നത്തെ ഘട്ടത്തിൽ അത് നടപ്പാക്കുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആളുകൾക്ക് വല്ലാത്ത വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണം. ഞാനൊരു മറ്റ് രാഷ്ട്രീയമായിട്ട് പറയുന്ന കാര്യമല്ല, ഇത് നാട്ടിൻ്റെ ഒരു പൊതുവികാരമാണ്. അത് മനസ്സിലാക്കി സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്കതിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഗവർണർ വിളിച്ച യോഗത്തിൽ മുൻകൂട്ടി സർക്കാർ ഇടപെടുകയോ അക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തില്ല. യോഗം നടന്നു, ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി എടുക്കേണ്ടല്ലോ. അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെ മുഖ്യമന്ത്രി. അല്ല, ഇത്തരമൊരു യോഗം നടക്കുമ്പോൾ ആ യോഗം നടക്കുന്ന വിവരം കിട്ടിയാൽ തന്നെ അത്തരം യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സാധാരണഗതിയിൽ സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ്. ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതിരുന്നത്? അത്തരമൊരു യോഗത്തിന്റെ വിവരം കിട്ടിയാൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നത് നേരിട്ട് തന്നെ വ്യക്തമാക്കാവുന്നതാണ്. ഗവർണറുടെ അടുത്തും അറിയിക്കാവുന്നതാണ്, ഉദ്യോഗസ്ഥരെയും അറിയിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്നത്? അവിടെയാണ് ഈ പറയുന്ന ഒരു പ്രത്യേക വിധേയത്വത്തിന്റെ പ്രശ്നം വരുന്നത്. അത് നമ്മുടെ നാടിന് ചേർന്നതല്ല, നമ്മുടെ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. ആ കാര്യം ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണേണ്ടതായിട്ടുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ മാപ്പ് പറയണമെന്ന് CM പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സംസാരിച്ച മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞത്. CM പറയുന്നത് കേരള ഗവൺമെന്റ് അന്ന് ശക്തമായി പ്രതികരിച്ചതാണ്. ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അനങ്ങാതെ നിന്നിട്ടില്ല, ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ പ്രതികരണം തന്നെ വരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തിരുന്നോ എന്നറിയില്ല. ഈ വൈദ്യുതി പ്രതിസന്ധി 30 വരെ എന്തായാലും തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്ഷൻ വേണ്ടി വരുമെന്ന് വൈദ്യുതി പറയുന്നത്. അത്ര മോശമായ സ്ഥിതിയിലായിരുന്നു ശരിക്കും നമ്മുടെ പവർ സെക്ടർ ഉണ്ടായിരുന്നത്. പവർ സെക്ടർ അത്രമാത്രം അപകടസ്ഥിതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാര്യങ്ങൾ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതാണ് എന്താണെന്നുള്ളത്. പോളിറ്റ് ബ്യൂറോ അംഗം കാര്യം ചോദിക്കണം. മലപ്പുറത്ത് നടന്ന EMS-മായി ബന്ധപ്പെട്ട ഒരു അനുഭവ പരിപാടി ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രസംഗം സമൂഹ മാധ്യമങ്ങളെല്ലാം ഉണ്ട്. PK ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MP ഗോവിന്ദൻ ഔചിത്യം കാണിക്കണമായിരുന്നു ഒരു പരാമർശം ജനറൽ സെക്രട്ടറി പുറത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിലയിരുത്തൽ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.